4 മാസത്തിന് ശേഷം ഈ ഒരു ഫോൺ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈവൻ ഐഫോൺ 16 Pro Max കഴിഞ്ഞ് 17 Pro Max അല്ലെങ്കിൽ 17 സീരീസ് ഇറങ്ങാൻ പോകുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഡിസൈനൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഈ കാണുന്നതാണ് ഐഫോൺ 17 Pro Maxൻ്റെ ഒക്കെ ഡിസൈൻ അല്ലെങ്കിൽ 17 Proയുടെ ഒക്കെ ഡിസൈൻ എന്ന് പറയുന്ന ഈ രീതിയിലാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. സോ അതൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റൈലിൽ നിന്നാണെന്നാണ്. പണ്ടൊക്കെ നമ്മൾ ഐഫോൺ പോലത്തെ ഫോണുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ Pixel 9 Pro XL പോലത്തെ ഫോണായിരിക്കും ഐഫോൺ 17 Pro Max എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും നന്നായിട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇത് എല്ലാവരും തന്നെയും അടിപൊളി എന്ന് പറഞ്ഞൊരു ഫോണാണ്. സോ ഒരു 4 മാസം നമ്മുടെ കയ്യിൽ വെച്ച് കഴിയുമ്പോൾ ഈ ഫോണിനെ കുറിച്ച് നമ്മുടെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് 4 മാസത്തിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഇതിൻ്റെ ഇത്ര പ്രത്യേകത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമല്ലോ. സോ ആദ്യത്തെ ഘടകം ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. പക്ക പ്രീമിയം ഫീലാണ്. ഓൾറെഡി ഇത് കയ്യിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. കാരണം ഞാൻ മാത്രം അവിടെ കുത്തിട്ട് പ്രീമിയം ഫീൽ എന്ന് പറഞ്ഞാൽ പോരല്ലോ. വളരെ നല്ല ക്ലിയർ ആയ നൈസായ ഒരു ഫീലുള്ള ഫോണാണ്. വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തീരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് വിചാരിക്കരുത്. 221 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.5 mm തിക്നെസ് ഉണ്ട്. സോ ഒരു സാധാരണ ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളതാണ്. എന്നിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് ഇത്രയും നാൾ കഴിയുമ്പോഴും യാതൊരു മാറ്റമില്ല. ഇൻക്ലൂഡിങ് കഴിഞ്ഞ ഐഫോൺ 17 Pro Maxൻ്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ വരാൻ പോകുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തതിന് കണ്ടില്ല, ഞാൻ കണ്ടു നോക്കുക, ലിങ്ക് ഇവിടെ കൊടുക്കാം. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ Pixel 9 Pro XL നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഇപ്പോൾ പലയിടത്തും നമ്മളിത് മെൻഷൻ ചെയ്യേണ്ടി വരികയാണ്. അത്രയും നന്നായിട്ടുണ്ട് ഈ സംഭവം. സോ ഡിസൈൻ നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടും, ഒന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ. സോ അതിനകത്ത് എനിക്ക് വേറെ പരാതികളൊന്നുമില്ല, നൈസാണ്. ഡിസ്പ്ലേ, ഇത്രയും നാളിന് ശേഷം ഈ ഡിസ്പ്ലേ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിഷയമില്ല. ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 6.8 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ LTPO ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വളരെ നൈസ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ബ്രൈറ്റ്നസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. 2000 HDR ബ്രൈറ്റ്നസ്, 3000 പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ അടക്കം സെറ്റാണ്. ഈവൻ ഔട്ട്ഡോർ സൺലൈറ്റ് വിസിബിലിറ്റി ഒന്നും ഒരു വിഷയമില്ല. ഒക്കെ നൈസായിട്ട് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇൻഡോറിലാണെങ്കിലും സെറ്റപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരില്ല. ഈ 4 മാസത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് നമ്മൾ അന്ന് റിവ്യൂ ചെയ്ത അതേ ഫോൺ തന്നെയാണ്. ഇപ്പോഴും ഒരു വിഷയവുമില്ല. സോ ഡിസൈൻ, ഡിസ്പ്ലേ, അതേപോലെ ബാറ്ററി ലൈഫിലും വേറെ അപാകതകളൊന്നുമില്ല. 5060 mAh ബാറ്ററി എനിക്ക് ഡീസൻ്റ് ആയിട്ട് തോന്നി. വല്ലാണ്ട് അങ്ങനെ കുറവായിട്ട് തോന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം പല ഫോണുകളും 6000 mAh, 6500 mAh, 7000 mAh ബാറ്ററി വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. സോ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും 5000 mAhൻ്റെ Tensor G4 എന്ന് പറയുന്ന പ്രോസസ്സറിൻ്റെ ഒരു പെർഫോമൻസും ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്വല്പം കുറവായിട്ട് ഫീൽ ചെയ്യും. ഉറപ്പായിട്ടും ബെറ്ററാണ് ബാറ്ററി ലൈഫൊക്കെ വരുന്ന ഫോണുകളിൽ. ഈ ഓൾറെഡി വന്ന ഫോണുകൾ തന്നെ നല്ല നല്ല ബാറ്ററി ലൈഫുള്ള ഫോണുകളുണ്ട്. ഇനി വരുന്നതും കൂടി ബാറ്ററി ലൈഫുമായിട്ടാണ്. സോ ബാറ്ററി ലൈഫിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും വലിയ അപാകതകളൊന്നുമില്ല. സാധാരണ യൂസിന് നിങ്ങൾ ഈ ഫോൺ എടുക്കൂ, അതങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം പെർഫോമൻസിൻ്റെ ഭാഗത്ത് ഞാൻ പറയാം. സോ ബാറ്ററി ലൈഫ് ഡീസൻ്റ് ഒരു ദിവസം കിട്ടും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ ലെവലിലാണ് 45 വാട്ട് എന്നൊക്കെ പറയുമ്പോൾ. വലിയ പറയത്തക്ക ബാറ്ററി സെറ്റപ്പ് അല്ല ഇതിലുള്ളത്, ഒരു ശരാശരി. അതാണ് ബാറ്ററിയെക്കുറിച്ച് പറയാനുള്ളത്. പെർഫോമൻസ്, ഇതിൻ്റെ പെർഫോമൻസ് ഇത്രയും നാൾ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ ഒരു സാധാരണ യൂസിന് തന്നെയാണ് പരിഗണിച്ചത്. കാരണം അതിൽ കൂടുതൽ പരിഗണിക്കാനില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും തന്നെ ഇല്ല. കാരണം ഐഫോൺ മാറ്റി പോട്ടെ, ഐഫോൺ വേണ്ട. S24 Ultra 8L8 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിൽ വന്നിട്ട് ശരിക്കും കമ്പനി പറയുന്നത് 27 ലക്ഷത്തിലധികം ആറ്റിറ്റ്യൂഡ് സ്കോർ കിട്ടുമെന്നാണ്. 20-ന് മുകളിൽ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. 20-ന് മുകളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും Pixel 9 Pro XL 10 ലക്ഷത്തിൽ താഴെയാണ്. അതായത് ഇതിൻ്റെ ഇരട്ടി പെർഫോമൻസ് എങ്ങനെ പോലും ഇരട്ടിയിലധികം പെർഫോമൻസ് S25 Ultra നമുക്ക് തരും. സോ പെർഫോമൻസ് നോക്കിക്കൊണ്ട് ഒരാളും ഈ ഫോൺ എടുക്കാൻ പോകുന്നില്ല. എടുക്കരുത്, അബദ്ധമാവും. കാരണം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സാധാരണ യൂസിന് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ കാരണം അതാണ്. സാധാരണ യൂസിനൊന്നും ഒരു പ്രശ്നവുമില്ല, നൈസാണ്. പക്ഷേ പെർഫോമൻസ് വരുമ്പോൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഇത് എടുക്കരുത്. എടുക്കുന്നെങ്കിൽ S25 Ultra ഉണ്ട്, 16 Pro Max ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫോണുകൾ അവിടെ വേറെ കിടക്കുന്നുണ്ട്. അതൊക്കെ പരിഗണിക്കാം. ഇത് പരിഗണിക്കുകയേ ചെയ്യരുത്. സാധാരണ യൂസിന് മാത്രം ഇത് എടുക്കാവൂ, അല്ലെങ്കിൽ അബദ്ധമാവും. വേറെ കുഴപ്പമൊന്നുമില്ല. 16 GB RAM ഉണ്ട്, 256 GB സ്റ്റോറേജ് വേരിയന്റ് വരുന്നുണ്ട്, 512 GB സ്റ്റോറേജ് വരുന്നുണ്ട്. സോ റാം സ്റ്റോറേജ് ഒന്നും പ്രശ്നമല്ല. യൂസർ ഫ്രണ്ട്ലി ആണ്. ആൻഡ്രോയിഡ് സ്കിന്നാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കതൊക്കെ എല്ലാം കുതിർന്ന് ഞാൻ വിവരിക്കുന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസ് 4 മാസം ശേഷം എങ്ങനെയുണ്ടെന്ന് മാത്രം പറയുന്നത്. സോ സാധാരണ യൂസിന് ഓക്കെ ആയിരുന്നു. ഇതുവരെയും ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ ക്യാമറ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാം. ചില സാമ്പിളുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളിന് ശേഷം അതിൻ്റെ ക്യാമറ എത്രത്തോളം ഇമ്പ്രൂവ് ആയി, എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടു നോക്കുക. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഡീസൻറ്റ് ഫോട്ടോസ് ആയിട്ടാണ് തോന്നിയത്. ഒരു വിഷയവും പറയാനില്ല. എനിക്ക് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളാണ് കിട്ടിയത്. ഫ്രണ്ട് ക്യാമറ ആയാലും 42 മെഗാ ഫ്രണ്ട് ക്യാമറയാണ്. നൈസ് ക്വാളിറ്റിയാണ് ഫോട്ടോസ്. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്ത് അറിയണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറയാം. സാംസങ്, ഐഫോൺ, അതേപോലെ പിക്സൽ 3 ഒരുമിച്ച് കാണിക്കുന്നുണ്ട് സെൽഫികൾ.
എനിക്ക് സാംസങ്ങിൻ്റെ സെൽഫിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് പണ്ട് തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ പിക്സലും പിന്നെ ഐഫോണും, അങ്ങനെയാണ് എൻ്റെ ഒരു ചോയ്സ് വരുന്നത്. പോർട്രേറ്റ് ഇമേജുകളിലേക്ക് വരുമ്പോഴും സെയിം ആണ്. സാംസങ് ആണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ദെൻ പിക്സൽ, ലാസ്റ്റ് ആണ് ഞാൻ ഐഫോൺ ചൂസ് ചെയ്യുള്ളൂ. സോ എൻ്റെ ഇഷ്ടത്തിൽ ഒരു പ്രയോറിറ്റി ഓർഡർ അങ്ങനെയാണ്. മെയിൻ ക്യാമറ ഇമേജിലേക്ക് വരുമ്പോൾ എനിക്ക് പക്ഷേ പിക്സലാണ് കൂടുതൽ ഇഷ്ടമായത്. ഈ പോർട്രേറ്റ് ഇമേജ് നോക്കുമ്പോൾ സാംസങ് രണ്ടാമത്, ഐഫോൺ എനിക്ക് ലാസ്റ്റ് ചോയ്സ് ആണ്. അതേപോലെ മെയിൻ ക്യാമറ നോർമലായിട്ടുള്ള ക്ലിക്കിലേക്ക് നോക്കുമ്പോൾ അതിലെനിക്ക് പിക്സൽ തന്നെയാണ് കുറച്ച് നന്നായിട്ട് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് സാംസങ്ങും ലാസ്റ്റ് ഐഫോണും. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു ഇഷ്ടം ഇങ്ങനെയാണ്. ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു ആവശ്യം പലർക്കും ഉണ്ടാവും, അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വീഡിയോയ്ക്കും ഒട്ടും തന്നെ മോശമല്ലേ. 8K വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാം. ഞാൻ 4K സാമ്പിളിലൂടെ കാണിക്കുന്നുണ്ട്. മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും 4Kക്കൊന്നും ഒരു വിഷയമില്ലാത്ത നല്ല വീഡിയോ ക്വാളിറ്റിയും തരുന്നുണ്ട്. സോ ഇത്രയും നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ ഒരു അപാകതയും പറയാനില്ല, നൈസാണ്. പിക്സൽ ഫോണുകൾ ക്യാമറയ്ക്ക് പേര് കേട്ട ഫോണുകൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ S200 Pro ഒക്കെ വന്നതിന് ശേഷം, വിവോയുടെ അതൊക്കെ വന്നതിന് ശേഷം ഇവനെക്കുറിച്ച് അധികം ആരും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എന്നാലും ഈ കാണുന്ന തരത്തിലുള്ള ഇമേജ് ക്വാളിറ്റിയും കാര്യങ്ങളും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഇത് തരുന്നുണ്ട്. സോ ക്യാമറയ്ക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫോൺ ഇഷ്ടപ്പെട്ട് എടുക്കുകയാണെങ്കിൽ കിടിലം പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ, ആൻഡ്രോയിഡ് 14 ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് കിട്ടും. സോ വിഷയമില്ല. 5-6 വർഷമൊക്കെ നിങ്ങൾ 4-5 വർഷം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഒരു വിഷയമില്ല, എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് ഇതിൽ കിട്ടിക്കോളും. പിന്നെ USB 3.2 ജനറേഷൻ തന്നെ വരുന്നുണ്ട്. അതേപോലെ Wi-Fi 7 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്. എല്ലാതരം സംഭവങ്ങളും 5G ബാൻഡുകൾ എല്ലാം ആവശ്യത്തിനുണ്ട്. ഒരു വിഷയവും വരുന്നില്ല. നെറ്റ്വർക്ക് കണക്ടിവിറ്റി യൂസേജ് എക്സ്പീരിയൻസിലൊന്നും ഒരു വിഷയവും വരുന്നില്ല. സെറ്റാണ്. പിന്നെ AI ഫീച്ചറുകൾ ഞാൻ പതിപോലെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. എല്ലാതരം ഒരുവിധം വേണ്ട സർക്കിൾ സെർച്ച് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്താണെങ്കിൽ ഇഷ്ടംപോലെ AI ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ ഒരു സംവിധാനങ്ങൾക്കും യാതൊരു ഇഷ്യൂ വന്നിട്ടില്ല. സോ പിക്സൽ 9 Pro XL എന്ന ഫോൺ 4 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് തോന്നുന്നു, നമുക്ക് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന 2 വിഷയം മാത്രമേ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ. ഒന്ന്, പെർഫോമൻസ്. ഈ റേഞ്ചിൽ വരുന്ന 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു ഫോണിലും ഇത്രയും മോശം പെർഫോമൻസ് ഇല്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും അത്ര പെർഫോമൻസ്, അതിനൊന്നും പകുതി പെർഫോമൻസ് പോലും ഈ ഫോണിനില്ല എന്നുള്ളത് അറിയാം. സോ ഗെയിമിങ്ങിനോ പെർഫോമൻസിന് വേണ്ടി ഫോൺ എടുക്കേണ്ട എന്നുള്ളതാണ് ഒരു കാര്യം. സാധാരണ യൂസിന് ഒരു പ്രശ്നവും വരില്ല. ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ പോരാന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സർവീസാണ്. നമ്മുടെ എല്ലാ ഏരിയയിലും സർവീസ് ഉണ്ടാവില്ല. ചിലപ്പോൾ മുമ്പിലേക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ, കലാപരിപാടികളൊക്കെ വേണ്ടി വരും. സോ ഈ 2 കാര്യം മാത്രമേ ഈ ഫോണിനെ സംബന്ധിച്ച് എടുത്ത് പറയാനുള്ളൂ, ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും സംഭവം സെറ്റാണ്. നിങ്ങൾ ഈ ഫോണുകൾ ആരെങ്കിലും പിക്സൽ 9 പ്രോയോ Pro XLോ ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എടുക്കുക. സോ അപ്പോൾ അതാണ് പിക്സൽ 9 Pro XL എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചുള്ള 4 മാസത്തെ എൻ്റെ ഒരു അഭിപ്രായം. പലപ്പോഴും യൂസർ റിവ്യൂ വീഡിയോകൾ, യൂസ്ഡ് വീഡിയോസ് നമ്മൾ ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ചെയ്തത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.